ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിട്ട് വന്നേക്കാണ്. ഡെയിലി നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ട് ഡോറൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ ഫ്രണ്ട് ഡോറൊന്നും ഞാൻ അടച്ചിട്ട് കിടക്കാറില്ല. അമ്മ ഉള്ള സമയങ്ങളിൽ അമ്മയും ഞാനുമാണ് ഈ സമയങ്ങളിലൊക്കെ കുട്ടികളില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ എനിക്ക് ഫ്രണ്ട് ഡോർ അടച്ചിട്ട് കിടക്കേണ്ട കാര്യമൊന്നും വരാറില്ല. മിക്കവാറും ഞാൻ കിടക്കാൻ പോണ സമയത്തൊക്കെ അവിടെ അമ്മയുടെ റൂമിൽ ഇരിക്കുമോ, അല്ലെങ്കിൽ മിക്കവാറും എറാത്തൊക്കെ ഇരിക്കുകയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഡോർ അടച്ചിട്ട് പോയി കിടക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ഇപ്പം ഞാൻ റെസ്റ്റ് എടുക്കുമ്പോൾ ബാക്ക് ഡോറും ഫ്രണ്ട് ഡോറും ഒക്കെ ലോക്ക് ചെയ്തിട്ടാണ് കിടക്കാറ്. ഇപ്പം അമ്മയില്ലാത്തത് കൊണ്ട് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ സാധാരണ നമ്മളെവിടെയും പോവുകയാണെങ്കിലും എനിക്ക് ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പം മക്കളെ കൊണ്ടുപോകാൻ സമയമായി. അപ്പോൾ മക്കളെ കൊണ്ടുപോകാൻ പോകണം. അപ്പോഴും ഞാൻ ഡോർ ലോക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഓരോ 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 ഇതിലോട്ട് പോകണമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പം എനിക്കിന്ന് മീനൊക്കെ നന്നാക്കാനുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം പണിയിലൊക്കെ ആയതുകൊണ്ട് കുറേ പണി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ടൊക്കെ ഇങ്ങനെ വെയിലുള്ളത് കൊണ്ടൊക്കെ പുറത്തിട്ടേക്കായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. തുണിയൊക്കെ എല്ലാം വണ്ടിയുടെ മേളിലൊക്കെ ഇട്ടിട്ട് ഉണക്കുകയാണ്. ഇപ്പം നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ ഇത്തിരി നേരം കിടന്നു. അപ്പോൾ സാധാരണ അമ്മയുള്ളപ്പോഴൊക്കെ നമ്മൾക്ക് മഴ വരുമ്പോഴൊക്കെ അമ്മ പറയും മഴ പെയ്യുണ്ട് തുണി എടുത്തോളാനൊക്കെ. പിന്നെ അപ്പം ഞാൻ കിടക്കാൻ നേരത്ത് ബെഡ്റൂമിലെ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ്ടോ കിടന്നേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയാൽ നമ്മുടെ തുണികളൊക്കെ പുറത്ത് കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ പശുവിനെയൊക്കെ നമ്മൾ അഴിച്ചിട്ട് വരണം. ഇന്നിപ്പോൾ ആലുവയ്ക്ക് പോണ ദിവസമാണ്. അപ്പോൾ കറവ തുടങ്ങണം. അപ്പം നമുക്ക് പണി തുടങ്ങാം. ഒരമണിക്കൂർ ഞാൻ കിടന്നോളൂ കേട്ടോ. എനിക്ക് സമയം കിട്ടിയില്ല. അരമണിക്കൂറിലും നമ്മൾ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കും. അതുകൊണ്ട് നമുക്കൊന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് പോരാൻ തോന്നണുണ്ടായില്ല. പക്ഷേ നമ്മുടെ പണികൾ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് നമ്മുടെ സമയത്ത് നമ്മുടെ പണി തുടങ്ങിയില്ലെങ്കിൽ പണി നടക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോകാം. പിന്നെ മക്കളെ കൊണ്ടുവരാനും പോകണം. അപ്പോൾ തുണിയൊക്കെ കാറിൽ നിന്ന് എടുക്കണം. മുടിയൊക്കെ ഇപ്പോൾ ഉച്ച സമയത്തൊക്കെയാണ് കൊടുക്കണമെങ്കിൽ ഈ മുടിയൊന്നും ഉണങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും മുടിയുടെ ഉള്ളുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഈ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ടേ. അപ്പം നമുക്ക് നമ്മുടെ പണികളൊക്കെ ഓരോന്ന് തുടങ്ങാം. പേരടിച്ച് വരാൻ പോവാം കേട്ടോ. പേരൊന്നും അടിച്ച് വാരിയിട്ടുണ്ടായില്ല. രാവിലെ രജീഷണ്ണയും കൊണ്ടുവന്നാക്കാൻ പോകണ്ടവന്നു ഓഫീസിൽ. പിന്നെ കുട്ടികളെ കൊണ്ടുവന്നാക്കാൻ പോയി. രജീഷനെ കൊണ്ടുവന്നാക്കും. വന്ന വഴി ഞാൻ കൊഴുവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കി ഒക്കെ ഇരുന്ന് സമയം ഒരുപാട് പോയി. പിന്നെ മോട്ടർ നന്നാക്കാനൊക്കെ ആൾ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സമയം പോയി. അപ്പോൾ പേരടിച്ച് വരാൻ എനിക്ക് നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പേരടിച്ച് വരട്ടെ ആദ്യം. മക്കൾ വരാനായിട്ട് ഇനി 10 മിനിറ്റും കൂടി കഴിഞ്ഞ് ഞാൻ കൊണ്ടുവരാൻ പോകണം. പിന്നെ ഞാൻ പോണത് കാറിലായതുകൊണ്ട് ഈ നൈറ്റി ഒന്നും മാറ്റാറില്ല കേട്ടോ. ഈ വേഷത്തിൽ തന്നെ പോവാതെ പിന്നെ നമ്മുടെ കറവയും കൂടി കഴിഞ്ഞിട്ട് മാറിയിട്ട് വേണം ആലുവയ്ക്ക് പോകാൻ. ആലുവയ്ക്കും രജിഷനും ആലുവയ്ക്ക് ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അങ്കമാലി LFലായിരുന്നു അമ്മ കിടന്നിരുന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു ബില്ല് എന്തോ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പണി തുടങ്ങാം.
കരണ്ട് പോയിട്ട് അതിലേക്ക് എന്താ പറ്റിയെന്നറിയാം. അപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ പോകണ്ട. ഒരു 5 മിനിറ്റ് ലേറ്റായി. കിട്ടിട്ടോ അവിടെ വെയിറ്റ് എന്നെ നോക്കി. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കുട്ടികളെ കൊണ്ട് എത്തിയിട്ടോ. ഇനി നമ്മുടെ ഫാമിലോട്ടുള്ള പണി തുടങ്ങാം. എന്തോ ബിസ്ക്കറ്റിന്റെ പേരൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ മുഖം കയറ്റി പിടിച്ച ഒരാൾ പോകണ്ട് കേട്ടോ. അതെവിടെന്നാ ബിസ്ക്കറ്റ് കിട്ടിയപ്പാ? ആരെന്നാ? അപ്പോൾ ഇന്ന് തീറ്റ എടുത്ത് വെച്ചേക്കാം. നമ്മുടെ വാവയാണ് കേട്ടോ. വാവയും ചെയ്ത് പഠിക്കണമല്ലോ. അപ്പോൾ തീറ്റ എടുക്കാറുണ്ട് ഇടയ്ക്കൊക്കെ പറയുന്ന സമയമില്ലാത്ത സമയത്ത്. അപ്പോൾ ഇപ്പം കുഞ്ഞപ്പൻ നമുക്ക് പശുവിനെ അഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ഇന്ന് വൈകിട്ടുണ്ട്. വേഗം പറഞ്ഞാലേ നമുക്കിപ്പോൾ 4:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. വാവ തന്നെ എല്ലാം എടുത്തിരുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്ത ആ ഒരു ഇതിൽ ചെയ്യണമാണ്. അപ്പോൾ ഇത് ചെറുപ്പം പോലെ ഇവർ കാണാനാണ് ഇങ്ങനെ തീറ്റയൊക്കെ ഇടുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ വാവ എടുത്തോളില്ലേ? ഞാൻ അവനെ ഇങ്ങോട്ട് അഴിച്ച് കെട്ടട്ടെ. അപ്പോൾ എല്ലാ പാത്രവും എടുത്ത് വെച്ചിട്ട് കൊണ്ടൊന്നും ഇടായിരുന്നില്ല. അപ്പോൾ 5 പാത്രമല്ലേ ഉള്ളൂ. 5 പാത്രം എടുത്ത് വെക്കി. ആ 7 വരുന്നു നേരത്തെ. ഇപ്പം 5 ആയില്ലേ. ഇപ്പം പശുക്കൾ അതിലേ ഇങ്ങനെ ഓടി വരും കേട്ടോ. അവൻ്റെ പുറകെ ഓടിയിട്ട് ഞാൻ അണയ്ക്കണം. ആദ്യം പൊടികളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കുഴച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം പിന്നെ ഇങ്ങനെ കുഴക്കേണ്ട കാര്യമില്ലാടോ. മറ്റേനകത്ത് കൊണ്ടുവന്നിടും. ഇനി മുറ്റടിക്കണം കേട്ടോ. ഞാൻ പെരടിച്ചിട്ടുണ്ട്. പോവാണ് മുറ്റടിച്ച് വെക്കണം. ഇങ്ങനെ ഇന്നലെ മറ്റേ വർക്കൊക്കെ ചെയ്തപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുണ്ടാവും കത്രികയൊക്കെ. അങ്ങനെയൊക്കെ അറിയില്ലാടോ. അതാണ് മതി. 5 പേരല്ലേ ഉള്ളൂ. അവന് കൊടുക്കണ്ട. അവന് ആരുടെയെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടാവും. അവനെ കഴിച്ചു കൊടുക്കാം. കഴിക്കാൻ ഭയങ്കര മടിയാണ്. പാലും കുടിക്കണില്ല. ഭയങ്കര ക്ഷീണമായി തുടങ്ങി അവന്. പാല് കുടിക്കാനല്ല, പാലില്ലല്ലോ, നമ്മൾ കറന്നെടുക്കണുണ്ട്. വന്നുണ്ട്. ഓ അമ്മ വന്നുണ്ട്. അതിലങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോയിക്കോ. തീറ്റ അവിടെ തീറ്റ എടുക്കാൻ പോവാട്ടോ. ഇതാണ് പാട്. ഇവിടെ എടുത്തു വെച്ചാലുള്ള കുഴപ്പം. പോടെ ഒക്കെ കൂടി ബഹളമായി ഇവിടെ. പോ വടി എടുത്തേടി. വടി എന്തേടി? കയറ്. നല്ല അടി ഒക്കെ വന്നു. ദൈവമേ നല്ല മേനെ. മോനിത് പിടിച്ചേ. ഞാൻ വടിയെടുത്ത് അടിച്ചോളാം.
സൂക്ഷിച്ചിട്ടമ്മേ വണ്ടി മറിച്ചിടുന്നു. ഇതൊന്നും കൂടി ഉണ്ടായാലും ഇങ്ങനെ തന്നെ കൊടുത്താ പോരെ. കുഞ്ഞി പശുവിന്റെ പാലാട്ടോ ഇത് നമ്മുടെ വൈകുന്നേരത്തെ പാല്. അവൾക്ക് ഇന്ന് രാവിലെ പാലുണ്ടായിട്ടോ. 3.5 ലിറ്റർ പാലോളം അവൾക്ക് രാവിലെ ഉണ്ടായിട്ടോ. ഇന്നലെ കണ്ട വീഡിയോ കണ്ട അവർക്കറിയാം. ഇന്നലെ അവൾക്ക് 2.5 ലിറ്റർ ഉണ്ടായി വൈകുന്നേരം. രാവിലെ 3.5 ലിറ്റർ ഉണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പശു അങ്ങനെ ആവാൻ കാരണം നമ്മൾ നല്ല പാലൊക്കെ കൊടുത്ത് വളർത്തിയേക്കണം പശു ആയതുകൊണ്ടായിരിക്കും. എല്ലാ പശുക്കൾക്കും ഇങ്ങനെ പാലുണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ തന്നെ ദൂരം നേരം പിടിച്ചിട്ട് ഇത് അളന്ന് നോക്കണം കേട്ടോ. ഇനി എന്തോരം പാലുണ്ടെന്ന്. ഇനിയിപ്പോൾ അടുത്ത എല്ലാ പശുക്കളും ഇന്ന് കറക്കണം നമുക്ക്. ഇത്രയും പാലൊക്കെ ഉണ്ടോ അവൾക്ക്? എന്താടാ നിന്റെ കോല? എന്താടാ നിന്റെ കോലവ്? ഇനി കുറച്ച് പാലെങ്കിലും അവന് കിട്ടണ്ടേ. അവന് ഇച്ചിരി കൂടെ പാലൊക്കെ അവൻ കൊടുക്കും. പിന്നെ അവൻ തീറ്റ തിന്നാൻ മടിയാണ്. അവന് തിന്നുമായിരുന്നെങ്കിൽ അവൻ ക്ഷീണം മാറിയില്ലേ. ഇടക്ക് തിന്നാറുണ്ട്. ഇപ്പൊ ഓടി വന്ന് തിന്നൂട്ടോ. എന്നാലും വിശന്നിട്ടായിരിക്കും. ഏടൊരു തീനൊക്കെ ഉണ്ടോ? കഴിച്ചോ പോയി. അപ്പം നിങ്ങൾ ചോദിച്ചേ എന്താ പശുത്തൊഴുത്ത് കഴുകാറില്ലേന്ന്? എന്താ എല്ലാ വീഡിയോയിലും ഉണങ്ങി കിടക്കുന്നത് വെള്ളം കൊള്ളത്തോളം. ചോറ് കടില്ല മീൻചാറ് അല്ലേ? പുഷപ്പ് മതി. ആരി ആരാണ് മേലെ? ആ നാളെ പറഞ്ഞില്ലേ ദിവസം മടി. ഇത്രയും പാല് നമ്മുടെ സുഭദ്രക്ക് കിട്ടി. പക്ഷെ സുഭദ്രനെ നമുക്ക് നമ്പാൻ പറ്റില്ല. എപ്പോഴാ അവളും പണി തന്നെയെന്ന് പറയാൻ പറ്റില്ല. കേട്ടിക്കത് അവളെ കേട്ടിക്ക്. ആ പശുക്കളുടെ കാര്യം അങ്ങനെയാ. ഇന്ന് പാലാണെന്ന് ചിലപ്പോ നാളെ പാലുണ്ടാവില്ല. നമ്മളോർക്കും നല്ല പാലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വിചാരിക്കുന്ന ദിവസം പിറ്റേ ദിവസം പാലുണ്ടാവില്ല. അല്ലേടാ നന്ദിനി? ആ ഈ അടുത്ത ആളുടെ അടുത്ത് പോകട്ടെ. ഇവള് ഇങ്ങനെ നിന്ന് കൊടുക്കൂട്ടോ. അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് അവൻ പോകും. പാലും കിട്ടിക്കില്ല. ബക്കറ്റിൽ വരുമ്പോ പാലെടുത്ത് പിന്നെ തീറ്റ തിന്നാൻ രക്ഷയില്ലാണോ? വയറ് പറയണില്ലപ്പോ. ഭദ്രം കിടക്കമേ ഒരു ഇതുണ്ടായി എനിക്ക് പണിയുണ്ടായി. നീ കുഞ്ഞുമീൻ വണ്ടി എന്തോരം ചേട്ടൻ ഉണ്ടാക്കിയാലോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടുത്തോണ്ട് കേട്ടാ എടുക്കാനൊക്കെ നോക്കി. പക്ഷെ നമുക്ക് സമയം പോവില്ലല്ലോ. പിന്നെ ഇതിപ്പോ ആദ്യം പോകണം ഞാൻ പിന്നെ അതിന് മെനക്കിട്ടില്ല. ഭദ്രയുടെ അടുത്താണ് ഈ വന്ന് അങ്ങനെ കഴിച്ചിരുന്നെങ്കിലല്ല ഭദ്ര ഇപ്പൊ തലമട്ടയോട്ട് എറിഞ്ഞാല് പാവട്ടെ നന്ദിനി. ഇവളും കുഴപ്പമില്ല നോളെ. ഇവളും അങ്ങനെ അവനും ഉപദ്രവിക്കൊന്നുമില്ല നോളെ. ഇടക്ക് ഇപ്പോഴാണ് ഏറ്റവും കുറുമ്പി കുഞ്ഞനെ പോലെ തന്നെ.
എന്നാട്ടോ എടുത്തോ. ഇടയ്ക്ക് നല്ലതാ, ഇടയ്ക്ക് മോശവും അല്ലേ ഇനിയിപ്പോ? ആണല്ലേ? അല്ലേ അല്ലേ വയറ് കുത്തി കിടക്കാണോ? പുല്ലൊന്നും തിന്നില്ലേ? പുല്ലൊന്നും തിന്നില്ലേ? മാപ്പും കൊണ്ട് തീറ്റ വയ്ക്കില്ല വേഗം വേഗം. പാലില്ല, അവിടുത്തെ വെറുതെ അവര് മാത്രം കൂട്ടിയിട്ട് നടക്കുക, പാലില്ലാത്ത അവര്. ഞാൻ മുഖ്യമന്ത്രി പിടിച്ച് വരക്കൂട്ടെ, ഞാൻ വെറുതെ എന്നെ വേദനിപ്പിക്കണ്ട. ഇവിടെ നടങ്ങി ശങ്കരി അടികൊള്ളല്ലേ? അത് നിൽക്കുമ്പോഴേക്ക് ശങ്കരി ഗർഭിണിയായിട്ടാന്ന് തോന്നുന്നത്. അപ്പൊ ഭയങ്കര ചാട്ടാണ്. ശങ്കരിയാണ് ഇപ്പൊ പാട്. രണ്ടകിട ഇരട്ടകിടാവും. പാലെല്ലാവർക്കും കുറവാണ്. ഇന്ന് പുല്ല് കഴിച്ചിട്ടുണ്ടാവൂല ചിലപ്പോ. ഇന്ന് ഏറ്റവും കൂടുതൽ പാലായിരിക്കും കിട്ടിയത്. ഇന്ന് പാല് കൂടുതൽ വന്നത് സുഭദ്രയാണ്. പക്ഷെ ബാക്കി എല്ലാവർക്കും പാല് കുറവായിരുന്നു. ഇതാണ് ചില ദിവസം ഇങ്ങനെയാണ്. ചില ദിവസം നമ്മൾ വിചാരിക്കണേക്കാളും പാല് കുറവായിരിക്കും. ഒരേപോലെ കുറയുമ്പോ പാല് നല്ല കുറവ് വരുമല്ലോ. ഒരാൾക്കല്ല, എല്ലാവർക്കും കുറവാണ്. വെള്ളിക്കാട്ട പാത്രമായിരിക്കും അവിടുത്തെ. വെള്ളിക്കാട്ട് മാത്രം നന്ദിനിക്കുണ്ട്. എന്റെ ഭദ്രക്ക് വേണ്ടി വെച്ചതാണ് ഞാനത്. വെള്ളക്ക് ഇത് വൈക്കോല് ആ പാത്രത്തിൽ എടുത്തിട്ട് ഇതിന് വൈക്കോല് ഇട്ട് കൊടുക്കുക. അത്ര വൈക്കോല് കഴിച്ചാൽ മതിയാവും. വെറുതെ തൂങ്ങി നശിപ്പിച്ച് കളയാം. സുഖമായിട്ട് തല ഇങ്ങനെ എടുത്തിട്ട് വലിച്ച് പുറത്തോട്ടിടും വൈക്കോല്. അപ്പൊ എല്ലാ വൈക്കോലും കൂടി താഴെ വീഴണം. കൊമ്പുള്ളവർക്ക് അങ്ങനെ പെട്ടെന്ന് വലിച്ച് കളയാം. ഭദ്ര കഴിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലീനിങ് ഉണ്ട് കേട്ടോ. നോക്കാം, ഭദ്രയുടെ കണ്ണില് ബൾബാണ്. ബൾബ് ഭദ്രയുടെ കഴിക്കല് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭദ്രയുടെ ക്ലീനിങ് ഒന്ന് കാണിച്ചു കൊടുത്തേരിട്ടാ. അത് കണ്ട്. ഇനി വന്നോളൂ ക്ലീനിങ്. പല്ലൊക്കെ വൃത്തിയാക്കി, മുഖമൊക്കെ വൃത്തിയാക്കി, പല്ലിന്റെ ഇടയിൽ ഭദ്രയുടെ കണ്ണില് ബൾബ്. മറ്റേ ശിവന്റെ ക്ലീൻ ചെയ്യടി, കാണിച്ചു കൊടുത്തേ. ക്ലീൻ ചെയ്യേ നോക്കാം. നാക്ക് അങ്ങോട്ടേക്ക് നീട്ടോളടക്ക്. ഇതൊന്നും അല്ല ക്ലീൻ ചെയ്യുന്നു. ഇതുപോലെ ക്ലീൻ ചെയ്ത് വേറെ കിട്ടണേ ഇല്ല. എന്റെ പൊന്നെ, വീഡിയോ എടുക്കുമ്പോ നമ്മള് സാധാ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെ ഭയങ്കര പാവത്തതിരി തിന്നില്ലേ, അതേമാതിരിയാണ് ഇപ്പൊ അവള് ക്ലീൻ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോ ചിലവര് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ടവലും കൊണ്ടൊക്കെ ഇങ്ങനെയല്ലേ. പക്ഷെ വീഡിയോ എടുത്തില്ലെങ്കിൽ ഭദ്രയുടെ അതിരി ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.